ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ചെറിയൊരു വിളവെടുപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ചെറിയ കൃഷിയാണ് മൈക്രോ ഗ്രീൻസ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള മൈക്രോ ഗ്രീൻസ് ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു 6-7 ദിവസത്തെ ഇതേ ഉള്ളൂ, പ്രോസസ്സേ ഉള്ളൂ. അത് ഫുള്ള് നമുക്ക് ചെടിയായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാലൊക്കെ മനസ്സിലാകും മൈക്രോ ഗ്രീൻസിൻ്റെ ഗുണങ്ങളൊക്കെ. നമുക്ക് ഒരു ചെലവുമില്ല. നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന സീഡിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് ഒരു ചെലവില്ലാതെ നനച്ച് മാത്രം കൊടുത്താൽ മതി നമ്മൾ. അപ്പം എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമ്പോൾ നമുക്ക് എടുത്ത് കറി വെക്കാം വിശ്വസിച്ച്. ഇപ്പം നമുക്ക് മുറ്റവും ഒന്നും ഇല്ലാത്തവർക്ക് കൃഷിയായിട്ട് ഇപ്പം ചീര ഒന്നും നടാനായിട്ട് ഒരു വഴിയില്ല. അപ്പം ഇവിടെയൊക്കെ നമുക്ക് ഒരു രക്ഷയുമില്ല പുറത്ത് നടാൻ. അപ്പം ഈ ജനലിലൊക്കെ നമുക്കിത് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മൈക്രോ ഗ്രീൻസ്. ഞാനിത് ഇവിടുത്തെ ജനലിൽ വെച്ചേക്കുവാണേ. കണ്ടോ, ഇതാണ് മൈക്രോ ഗ്രീൻസ്. അപ്പൊ ഇത് ജനലിൽ അവിടുന്ന് സൺലൈറ്റ് വന്നതനുസരിച്ച് ഇത് തിരിഞ്ഞ് നിൽക്കുവാണ് അങ്ങോട്ട്. അപ്പൊ ഇതാണ് എൻ്റെ മൈക്രോ ഗ്രീൻ കൃഷികൾ. ഞാനിത് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഒരു പ്രാവശ്യത്തെ കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യത്തെ വെക്കും. അങ്ങനെ ഞാനിപ്പോ പയറിൽ നിന്ന് മുളപ്പിച്ചെടുത്തേക്കണേ. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം ഇടാവോ, ഞാൻ എങ്ങനെയാ ചെയ്തതെന്ന്. അപ്പൊ ഇത് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ചെലവില്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാലും ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ഇതിന്റെ ഗുണങ്ങളൊക്കെ. പ്രത്യേകിച്ച് വേവും വേണ്ട, പച്ചക്ക് തിന്നാനും നല്ലതാണ്. നമുക്കത് ഒരു കുഴപ്പമില്ല. നമ്മൾ പയറ് മുളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് അത് ചെറുതായിട്ട് മുള പൊട്ടി വരുമ്പോൾ നമ്മൾ ചെറിയ കണ്ടെയ്നറുകളിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുള ആക്കിയിട്ട് ഇതുപോലെ കണ്ടെയ്നറുകളിലാക്കി എന്നിട്ട് ഒരു ഡാർക്ക് സ്പേസിൽ വെച്ചാൽ മതി ഇത്. അപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് മുള വന്ന് കിട്ടും. ഇത് കണ്ട് ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മുളകളൊക്കെ നല്ല നീളത്തിൽ വന്നേക്കുന്നത് നമുക്ക് കാണാം. ആ സമയത്ത് നമുക്ക് ഒരു കണ്ടെയ്നറിൽ ടിഷ്യൂ പേപ്പർ നിരത്തി എന്നിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് നനച്ചു കൊടുക്കാം. നനച്ചു കൊടുത്തതിന് ശേഷം അതിൽ നമുക്ക് ഈ മുളച്ച പയറുകൾ നിരത്തി വയ്ക്കാം. ഇതിന് മുകളിൽ ഒന്നും കൂടി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്തതിന് ശേഷം കണ്ടെയ്നറിൻ്റെ മൂടി എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് വെക്കണേ അതിൻ്റെ മൂടി വെച്ച് മൂടിയിട്ട് നമ്മളത് ഒരു ഡാർക്ക് സ്പേസിൽ വെക്കാം. അല്ലെങ്കിൽ ഡാർക്ക് എന്തെങ്കിലും കവർ ചെയ്ത് ഒരു തുണി കൊണ്ട് എന്തെങ്കിലും കവർ ചെയ്തിട്ട് നമുക്കത് വെക്കാം. ഇതിപ്പോൾ 3-ാമത്തെ ദിവസം ഞാൻ തുറന്നതാണ്, അടച്ചു വെച്ചിരുന്നതാണ് കണ്ടെയ്നർ. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം തുറന്നപ്പോഴേക്കും എല്ലാ മുളയും മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഒരു യെല്ലോയിഷ് കളറായിരിക്കും. ഈ സമയത്താണ് നമ്മളത് പുറത്തേക്ക് എടുത്ത് വെക്കേണ്ടത്. സൂര്യപ്രകാശം കൊള്ളുന്ന രീതിയിൽ എവിടെയെങ്കിലും എടുത്ത് വെക്കുക. ഇതിപ്പം 2-ാമത്തെ ദിവസമായപ്പോഴേക്കും എല്ലാം നല്ല ഇലകളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മൾ സൺലൈറ്റിൽ വെച്ച് കഴിയുമ്പോഴേക്കും. ഇതിപ്പം ഈ ചെടി ആവാനായിട്ട് ഇതിപ്പോൾ ഒരു 7 ദിവസം എടുത്തിട്ടുണ്ട്. 7-ാമത്തെ ദിവസം ഇത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 5 ദിവസം കൊണ്ടൊക്കെ ആകും. ഇവിടെ അത്രയും സൂര്യപ്രകാശം കിട്ടണില്ലല്ലോ. അപ്പം അതുകൊണ്ടിട്ടാണ് എന്നാലും 7 ദിവസമായപ്പോൾ ഇങ്ങനെയായി. ഇപ്പം നമുക്ക് അടുത്ത ഈ സെറ്റ് എടുക്കാറാകുന്നതനുസരിച്ച് നമുക്ക് ദിവസം നോക്കിയിട്ട് അടുത്ത സെറ്റ് നമുക്ക് മുളപ്പിക്കാൻ വെക്കാം. അങ്ങനെ ഉണ്ടാക്കാമല്ലോ. അപ്പം ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ എൻ്റെ മൈക്രോ ഗ്രീൻസ്. ഞാനിങ്ങനെ ഈ ഫുഡിൻ്റെ കണ്ടെയ്നറുകളിലാണ് വളർത്തുന്നത്. പിന്നെ ഇതിനകത്ത് ടിഷ്യൂ പേപ്പർ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതിന് അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഇത് നനച്ചു കൊടുക്കണം 2 പ്രാവശ്യം, രാവിലെയും വൈകിട്ടും. അപ്പം ഞാൻ രാവിലെയും വൈകിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കും വെള്ളം. അധികം വെള്ളം വേണ്ടല്ലോ, അപ്പോൾ സ്പ്രേ ചെയ്ത് ആ ഒരു നനവിൽ കിടക്കും. അപ്പം എൻ്റെ മൈക്രോ ഗ്രീൻസ് നമുക്ക് ഇന്ന് ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട്.
ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എപ്പോഴും ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ആ റെസിപ്പിയും കൂടി നിങ്ങളെ കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ മൈക്രോ ഗ്രീൻസ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും മാത്രമേ ചേർക്കാനുള്ളൂ. നമ്മൾ പുളിച്ച ഉണ്ടാക്കുന്നത് തന്നെ. ഗുണങ്ങളുണ്ട് ഈ മൈക്രോ ഗ്രീൻസിൽ. ഇതിങ്ങനെ കുക്ക് ചെയ്യാണ്ട് കഴിക്കാൻ പറ്റുവാണെങ്കിൽ സാലഡിലൊക്കെ അങ്ങനെ ആക്കി കഴിക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ്. ഇത് നമുക്ക് നല്ലൊരു ന്യൂട്രീഷ്യസ് ഫുഡായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ എല്ലാ ദിവസവും ഓരോ മുട്ട കഴിക്കാറുണ്ട്. മുട്ട കഴിക്കണ കൊണ്ടിട്ട് എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഗുണങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഡെയിലി ഒരു മുട്ടയെങ്കിലും കഴിക്കണമെന്ന് ഡോക്ടേഴ്സൊക്കെ പറയണ അങ്ങനെ തന്നെയാണ്, ഒരു മുട്ടയെങ്കിലും ദിവസം കഴിക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ മൈക്രോഗ്രീൻ ബുൾസൈ? നിങ്ങളും ട്രൈ ചെയ്ത് നോക്കെ. നല്ല ടേസ്റ്റാട്ടോ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ഞാനിത് കഴിച്ചോട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് കാലിഡോറ വ്ലോഗ്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസ് ഒക്കെ പറയുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. എന്നിട്ട് കമൻറ്റ് പറയുക.